എൻ്റെ പേര് റാണി എന്നാണ്. ഞാൻ കോളേജിൽ നിന്ന് റിട്ടയറായ ഒരു ടീച്ചറാണ്. ഞാൻ ചില പാട്ടുകൾ പാടാനാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത് എനിക്ക് വലിയ ആരോഗ്യമില്ലാത്തതുകൊണ്ട് അധികം ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് ടൈം കിട്ടും. അപ്പോൾ അതിനെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എനിക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ. എൻ്റെ കൂടെ കുഞ്ഞിലെ പഠിച്ചവരും പിന്നെ ഉള്ളവരും ഒക്കെ ഞാനിപ്പോൾ എവിടെയാണെന്നോ എന്താണെന്നോ അവർക്കറിയില്ല. അപ്പോൾ അവർ ഇത് കാണുമല്ലോ. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് കിട്ടും. എൻ്റെ പല കൂട്ടുകാരികളെയും ഞാൻ പലയിടത്ത് വെച്ചും കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവരെയും എനിക്ക് ഒറ്റയ്ക്ക് പോയി കാണാനോ മിണ്ടാനോ ഒന്നും സന്ദർഭം കിട്ടാറില്ല. അതുകൊണ്ട് ഇതിലൂടെ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ്. അതിൽ കൂടെ എൻ്റെ അനുഭവങ്ങളും ചിലത് നല്ല അനുഭവങ്ങൾ മാത്രം പങ്കുവയ്ക്കാനും കൂടിയാണ് ഞാൻ ഈ അവസരം ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം പാടാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഏറ്റവും കുഞ്ഞിലെ, ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ ഒരു 5-6 വയസ്സ് വരുമായിരിക്കും, ഒരു സ്റ്റേജിൽ ആദ്യമായിട്ട് പാടിയ ഒരു പാട്ടാണ്. പക്ഷേ അതൊരു ശോകഗാനമായതുകൊണ്ട് അത് ഞാനിപ്പോൾ പാടുന്നില്ല. അതിന് പകരം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നപ്പോൾ അവരെ പാടി ഉറക്കാനായിട്ടൊരു പാട്ട് എപ്പോഴും പാടുമായിരുന്നു. അവർക്ക് അത് ഇഷ്ടവുമായിരുന്നു. ആ പാട്ടാണ് ഞാനിപ്പോൾ പാടാൻ പോകുന്നത്. പാട്ടെന്ന് ഞാൻ പറയുന്നു, എൻ്റെ പണ്ട് പാടിയതിൻ്റെ ഒരു 30% പോലും ഇല്ല. ആ കുറ്റങ്ങളൊക്കെ എല്ലാവരും കേൾക്കുന്നവർ ക്ഷമിക്കുക. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. നിന്നാലേ പുൽമാടം പൂമേടയായടാ, നിന്നാലേ പുൽമാടം പൂമേടയായടാ, കണ്ണാണിക്കു സാമ്രാജ്യം കൈവന്നടാ, വന്നടാ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ടു നീ